നമസ്കാരം, ഞാൻ വിഷ്ണുപ്രകാശ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ഫോമിൻ്റെ 3 കിഡിലൻ ഫീച്ചേഴ്സുകളാണ്. MCQ എക്സാമുകൾ നടത്തുമ്പോൾ ഓരോ ക്വസ്റ്റിൻ്റെയും ഓപ്ഷൻ റീഓർഡർ ചെയ്യുക, ക്വസ്റ്റിൻ്റെ ഓർഡർ റീഓർഡർ ചെയ്യുക, ഓരോ ക്വസ്റ്റിനും മാർക്കും ആൻസറും സബ്മിഷൻ ടൈമിൽ ഡിസ്പ്ലേ ചെയ്യുന്ന വിധം തുടങ്ങിയവയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. അതിനെ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗൂഗിൾ ഫോമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റിനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ക്വസ്റ്റിനും ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും താഴ്വശത്തായിട്ട് ഒരു ഓപ്ഷനുണ്ട്. ഒരു 3 ഡോട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ 3 ഡോട്ടിൽ ഞാൻ ക്ലിക്ക് ചെയ്യുക. അതിലെ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ഷഫിൾ ഓപ്ഷൻ ഓർഡർ എന്ന് പറയുന്നത് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓപ്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓപ്ഷൻ ചേഞ്ച് ചെയ്യുക ഇൻ ദ സെൻസ് ഓപ്ഷൻ്റെ ഓർഡറുകൾ മാറിക്കൊണ്ട് ഇരിക്കും. അപ്പോൾ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി അടുത്ത എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നതാണ്, എങ്ങനെ നമുക്ക് ഈ ക്വിസ് നടത്തിയിരിക്കുന്നതിൻ്റെ ക്വസ്റ്റിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർഡർ ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ ഒരിക്കലും നമ്പർ ഇട്ട് കൊടുത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ ശ്രമിക്കരുത്. ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് വെക്കുക, അതിന് നമ്പർ കൊടുക്കാതിരിക്കുക, 1 2 3 4 എന്നുള്ള നമ്പർ കൊടുക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ചെയ്യാൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഓർഡർ ചേഞ്ച് ചെയ്യാനായിട്ട് സെറ്റിങ്സിൽ പോകുക. സെറ്റിങ്സിൽ ചെന്ന് കഴിയുമ്പോൾ 3 ടാബുകളാണ് അവിടെ ഉള്ളത്. ജനറൽ, പ്രസൻറ്റേഷൻ, ക്വിസസ് എന്ന് പറഞ്ഞ് 3 ടാബുകളാണുള്ളത്. അതിൽ ജനറൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ക്വിസ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട 2-3 പോയിന്റുകൾ ജനറലിനകത്തുണ്ട്. ഒന്ന്, കളക്ട് ഇമെയിൽ അഡ്രസ്സ്. നമുക്ക് റെസ്പോൺസ് തരുന്ന ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിക്വയർ സൈൻ ഇൻ. എത്ര പ്രാവശ്യം ഒരാൾക്ക് ഒരു മെയിൽ ഐ ഡി യൂസ് സൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ലിമിറ്റ് ടു 1 റെസ്പോൺസ് ആണെങ്കിൽ നമ്മൾ ആ ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം പറയും റെസ്പോണ്ടൻറ്റ് വിൽ ബി റിക്വയർഡ് ടു സൈൻ ഇൻ ടു ഗൂഗിൾ. അപ്പം ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ സൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ റെസ്പോണ്ടൻസ് ക്യാൻ എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ്. ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ബോക്സ് ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരിക്കലും ഒരു ക്വിസിൻ്റെ കാര്യത്തിനകത്ത് എഡിറ്റ് ചെയ്യാൻ പാടില്ല. ഒരിക്കൽ സബ്മിറ്റ് ചെയ്താൽ അത് സബ്മിറ്റ് ചെയ്താൽ, അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻ ഒരിക്കലും ആക്റ്റീവ് ആക്കി കൊടുക്കരുത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദെൻ അടുത്ത നമ്മൾ പ്രസൻറ്റേഷൻ്റെ ടാബിലോട്ട് പോയി കഴിഞ്ഞാൽ, രണ്ടാമത്തെ ടാബ് പ്രസൻറ്റേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, എങ്ങനെ ഒരു ക്വിസിൻ്റെ ഒരു MCQ ടൈപ്പ് ഒരു എക്സാം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റിൻ്റെ ഓർഡർ നമുക്ക് ഷഫിൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ഷഫിൾ ക്വസ്റ്റ്യൻ ഓർഡർ എന്ന് പറഞ്ഞൊരു ടാബ് തന്നിട്ടുണ്ട്. ഞാനത് ആക്ടിവേറ്റ് ആക്കി കൊടുത്തു. ആക്ടിവേറ്റ് ആക്കി കൊടുത്താൽ ഓരോ പ്രാവശ്യം ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ക്വസ്റ്റിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം എന്താണ് കൺഫർമേഷൻ മെസ്സേജ്. അയാൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് എന്ത് മെസ്സേജാണോ ലഭിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ ട്രയറാക്കി വെച്ചിരുന്ന ഒരു മെസ്സേജാണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങൾക്ക് പുതിയതായിട്ട് ടൈപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിന് ശേഷം സേവ് ചെയ്യുക. 2 കിഡിലൻ ഫീച്ചേഴ്സുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞത് ക്വസ്റ്റിൻ്റെ ഓപ്ഷൻസ് എങ്ങനെ റീഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. 2, ക്വസ്റ്റിൻ എങ്ങനെ റീഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടും വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, എങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റിന് ആൻസർ കൊടുക്കാനായിട്ട് സാധിക്കും, എങ്ങനെ ഈ ക്വസ്റ്റിന് പോയിൻ്റ് അസൈൻ ചെയ്യാനായിട്ട് അല്ലെ മാർക്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളാണ്. വീണ്ടും നമ്മൾ സെറ്റിങ്സിലോട്ട് പോകുന്നു. സെറ്റിങ്സിൽ 3 ടാബുകളുണ്ട്. ജനറൽ, പ്രസൻറ്റേഷൻ, ക്വിസസ് എന്ന് പറഞ്ഞ് ഒരു ടാബുണ്ട്. അപ്പം ക്വിസസ് എന്ന് പറയുന്നതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ അത് ആക്റ്റീവ് അല്ല. മേക്ക് ദിസ് എ ക്വിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അത് ആക്ടിവേറ്റ് ആക്കി കൊടുക്കുക. അത് ഇപ്പം ഡിസേബിൾ ആയിരുന്നു, ഞാനതിനെ എനേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആക്റ്റീവായി കഴിയുമ്പോഴത്തേക്ക് തൊട്ട് താഴെ വരുന്നുണ്ട് ക്വിസ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ പുതിയ കുറച്ച് ടാബുകൾ ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കിടക്കുന്നു ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ, ലേറ്റർ ആഫ്റ്റർ മാനുവൽ റിവ്യൂ. 2 ഓപ്ഷൻസ് ഉണ്ട്. ഉടനെ തന്നെ നമുക്ക് റിസൾട്ട് അറിയണോ അതോ കുറച്ച് കഴിഞ്ഞ് റിസൾട്ട് നമ്മൾ പറയുകയാണോ എന്നുള്ളത്. അപ്പം നമ്മളൊരാൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അന്നേരം തന്നെ അവർക്ക് സ്കോർ കാണിക്കാനാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുക. അത് ഓക്കെ കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക.
ക്യുസസിൽ പോയി നമ്മൾ ഓൾറെഡി അതിൻ്റെ ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്വസ്റ്റിന് താഴെയായിട്ട് എല്ലാ ക്വസ്റ്റിനും താഴെ ആൻസർ കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ആൻസർ കീയിൽ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ആൻസർ കീ എന്ന് പറയുന്ന ടാബിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ടാബിൽ ക്ലിക്ക് ചെയ്തപ്പം ആ ക്വസ്റ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു. ആ പോയിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കവിടെ പോയിൻ്റ് അസൈൻ ചെയ്യാം. 1, 2, 5 കൊടുക്കാം. ഞാനിവിടെ 2 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഏത് പോയിൻ്റ് വേണമെങ്കിലും അസൈൻ ചെയ്യാം. 2 കൊടുത്തതിന് ശേഷം പോയിൻ്റ് മാത്രം മതിയെങ്കിൽ ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കുക. പോയിൻ്റ് മാത്രം വ്യൂ ചെയ്യും. അല്ല, ഇനി നിങ്ങൾക്ക് എന്താണ് റൈറ്റ് ആൻസറൂടെ കാണിക്കണമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിനകത്ത് ഏതാണോ റൈറ്റ് ആൻസർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്ന്. നവംബർ 11 റൈറ്റ് ആൻസർ. അപ്പോൾ ഞാൻ റൈറ്റ് ആൻസറിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ആൻസർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ആൻസർ ഫീഡ്ബാക്ക് ക്ലിക്ക് ചെയ്തു. അപ്പം വീണ്ടും ഒരു മെസ്സേജ് ബോക്സ് വന്നു. അതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ ആൻസർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നവംബർ 11. നവംബർ 11 ടൈപ്പ് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്തു. സേവ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ ക്വസ്റ്റ്യനിലോട്ട് ചെന്നു. ക്വസ്റ്റ്യനിൽ ചെന്ന് അതിൻ്റെ താഴെ ഡൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ പോയിൻ്റ് ആഡ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് റൈറ്റ് ആൻസർ കാണിക്കണമെങ്കിലും ഈ ഓപ്ഷൻ എല്ലാ ക്വസ്റ്റിനകത്തും ചെയ്യുക. 3 കിഡിലൻ ഫീച്ചേഴ്സുകളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എങ്ങനെ റീഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ക്വസ്റ്റിൻ്റെയും ഓപ്ഷൻസ് എങ്ങനെ റീഓർഡർ ചെയ്യാൻ സാധിക്കും. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തു ഓരോ ക്വസ്റ്റിനും എങ്ങനെ റീഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കിഡിലൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MCQ ഓൺലൈൻ എക്സാം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്വിസ് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ നമുക്കതിന് പോയിന്റുകൾ അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ എങ്ങനെ ആൻസർ കീ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ കിഡിലൻ ഫീച്ചേഴ്സുകൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ഇതൊക്കെ വർക്കൗട്ട് ആയില്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മറ്റൊരു ഫോണിൽ നിന്ന് ലിങ്ക് വഴി ഞാൻ കയറിയിരിക്കുന്നതാണ്. അപ്പം നമുക്ക് കാണുന്ന ക്വിസിൻ്റെ ഹോം പേജ് വന്നു. 2 ടാബുകളിലായിട്ടായിരുന്നു. അവിടെ ഇമെയിൽ ID അടിച്ചു കൊടുക്കണം. ഞാൻ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവിടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പേര് എൻ്റർ ചെയ്ത് കൊടുക്കാം. പേര് എൻ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പോയിൻ്റ് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2 പോയിൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ആൻസർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തു. രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തു. മൂന്നാമത്തെ ഓപ്ഷൻ കൊടുത്തു. നാലാമത്തെ ഓപ്ഷൻ കൊടുത്തു. അഞ്ചാമത്തെ ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, ഇനി സബ്മിറ്റ് ചെയ്ത് നോക്കാം. സബ്മിറ്റ് ചെയ്തുള്ള ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. സബ്മിറ്റ് ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളുടെ ഉത്തരങ്ങൾ വിജയകരമായി ലഭിച്ചിരിക്കുന്നു. ഉത്തരങ്ങൾ അയച്ചതിന് നന്ദി. തൊട്ട് താഴെ വ്യൂ സ്കോർ എന്ന് പറഞ്ഞൊരു ടാബൂടെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫീച്ചറിനകത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നത്. നമുക്ക് നോക്കാം. വ്യൂ സ്കോർ എടുത്തപ്പോഴത്തേക്ക് 10ൽ 8 മാർക്ക് കിട്ടിയെന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ 5 ക്വസ്റ്റിനേ ഉള്ളായിരുന്നു, 2 മാർക്ക് വെച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തു റൈറ്റ് ആൻസർ കാണിക്കാനായിട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ആൻസറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, വൈക്കം മുഹമ്മദ് ബഷീർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും റൈറ്റ് ആൻസറാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനും റൈറ്റ് ആൻസർ കാണിച്ചു. നാലാമത്തെ ക്വസ്റ്റ്യനും റൈറ്റ് ആൻസർ കാണിച്ചു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വന്നപ്പം ഞാൻ ആൻസർ ചെയ്ത് തെറ്റിപ്പോയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റൈറ്റ് ആൻസർ തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട്. ഇതായിരുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത 3 കിഡിലൻ ഫീച്ചേഴ്സുകൾ എന്ന് പറയുന്നത്. ഇനി ഇതേ ലിങ്ക് ഉപയോഗിച്ച് വേറൊരു ഫോണിൽ നിന്ന് നമ്മൾ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം റീഓർഡർ ആയിട്ടുണ്ടായിരിക്കും, ക്വസ്റ്റിൻ്റെ ഓർഡർ റീഓർഡർ ആയിട്ടുണ്ടായിരിക്കും. അപ്പം ഈ പറഞ്ഞ ഫീച്ചേഴ്സുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.